ഹായ്, ഇന്ന് നമ്മൾ ഡോക്കറിനെ പറ്റിയിട്ടാണ് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ഈ ഒരു ടോപ്പിക്ക് ഒരു എക്സാമ്പിളിലൂടെ മനസ്സിലാക്കാൻ ശ്രമിച്ചാലോ? സപ്പോസ് നിങ്ങളൊരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്തു, അത് നിങ്ങളുടെ സിസ്റ്റത്തിൽ നല്ലപോലെ വർക്ക് ചെയ്യുന്നുണ്ട്. എന്നാൽ അത് പ്രൊഡക്ഷനിൽ പോയപ്പോഴോ വിചാരിച്ച പോലെ അത് പെർഫോം ചെയ്യുന്നില്ല. ഇനി നിങ്ങളുടെ ടീം ലീഡറിന്റെ കയ്യിൽ നിന്ന് സ്ഥിരം കേൾക്കാൻ പോകുന്ന പല്ലവി എന്താണ്? നിങ്ങളുടെ ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾ എന്തു പറയും? അതെങ്ങനെ ശരിയാവും? എന്റെ സിസ്റ്റത്തിൽ അല്ലെ എന്റെ മെഷീനിൽ അത് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? കാരണങ്ങൾ പലതാണ്. ഒന്ന്, ഡിപ്പെൻഡൻസീസ്. നമ്മളുടെ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്ന ഡിപ്പെൻഡൻസീസ് പ്രൊഡക്ഷനിൽ പോകുമ്പോൾ അത് സപ്പോർട്ട് ആവില്ലായിരിക്കും. അല്ലെങ്കിലോ? പിന്നെ അടുത്തതാണ് ലൈബ്രറീസ് ആൻഡ് വേർഷൻ. നമ്മുടെ സിസ്റ്റത്തിൽ സപ്പോർട്ട് ചെയ്യുന്ന ലൈബ്രറീസ് പ്രൊഡക്ഷനിൽ വരുമ്പോൾ അത് മിസ്മാച്ച് ആവുകയോ വേർഷന്റെ വ്യത്യാസം വരികയോ ചെയ്യും. അതുപോലെ തന്നെയാണ് ഫ്രെയിം വർക്ക്, OS ലെവൽ ഫീച്ചേഴ്സ്, അതുമല്ലെങ്കിലോ മൈക്രോ സർവീസസ്. നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ചിലപ്പോൾ ലോക്കൽ മെഷീനിൽ നമ്മുടെ സിസ്റ്റത്തിൽ വർക്ക് ആവുമെങ്കിലും പ്രൊഡക്ഷനിൽ സപ്പോർട്ട് ആകണമെന്നില്ല. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷനെ അതിന്റെ ഡിപ്പെൻഡൻസി ഉൾപ്പെടെ പാക്കേജ് ചെയ്ത് സെർവറിൽ ഡിപ്ലോയ് ചെയ്യാനുള്ള ഒരു സ്റ്റാൻഡേർഡ് അപ്രോച്ച് ഉണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയും. ഈ ഒരു പ്രോബ്ലം നമ്മൾക്ക് ഡോക്കർ യൂസ് ചെയ്തിട്ട് റിസോൾവ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. ഡോക്കർ ഈസ് എ ടൂൾ ടു ക്രിയേറ്റ്, ഡിപ്ലോയ് ആൻഡ് റൺ ആപ്ലിക്കേഷൻ ഇൻ കണ്ടെയ്നർ. അതായത് ആപ്ലിക്കേഷൻ ഒരു കണ്ടെയ്നർ ആയിട്ടായിരിക്കും റൺ ആകുന്നത്. ഇനി കണ്ടെയ്നർ എന്താണ്? കണ്ടെയ്നർ ഈസ് എ പാക്കേജ് ഓഫ് കോഡ്. അതായത് ഒരു ആപ്ലിക്കേഷൻ റൺ ചെയ്യാൻ ആവശ്യമായ കോഡ്, ലൈബ്രറീസ് ആൻഡ് ഡിപ്പെൻഡൻസീസ് എല്ലാം കൂടെ ചേർന്നൊരു പാക്കേജാണ് കണ്ടെയ്നർ. ഡോക്കറിലും കണ്ടെയ്നറാണ് യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ പാക്കേജ് ചെയ്ത ഡിപ്പെൻഡൻസി എല്ലാം കൂടെ ഈ ഒരു കണ്ടെയ്നർ, അതായത് വിർച്വൽ കണ്ടെയ്നർ, നമുക്ക് ഏതൊരു ലിനക്സ് സെർവറിലും റൺ ചെയ്യാൻ കഴിയും. ഇങ്ങനെ കണ്ടെയ്നറിൽ റൺ ചെയ്യുന്ന ഡോക്കർ ആപ്ലിക്കേഷൻ ഏതൊരു സിസ്റ്റത്തിലും നമുക്ക് റൺ ചെയ്യാൻ കഴിയും. അതിപ്പോൾ ഡെവലപ്പറിന്റെ ലാപ്ടോപ്പ്, സിസ്റ്റം, അല്ലെങ്കിൽ ഇനിയിപ്പോൾ ക്ലൗഡിലാണെങ്കിൽ പോലും ഇത് റൺ ആവുന്നതായിരിക്കും. കണ്ടെയ്നേഴ്സ് ഷെയർ ദ ഹോസ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് കെർണൽ. ഈ കണ്ടെയ്നറുകൾ റൺ ചെയ്യുന്നത് അവരുടെ സ്വന്തം വിർച്വൽ മെഷീനിലായിരിക്കില്ല. പകരം ഹോസ്റ്റ് ചെയ്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ കെർണലിൽ ഷെയർ ചെയ്തിട്ടായിരിക്കും യൂസ് ചെയ്യുന്നത്. ഷെയർഡ് സ്പേസ് ആണെങ്കിൽ പോലും they have their own isolated file systems, processes and networking. ചുരുക്കി പറഞ്ഞാൽ ഡോക്കർ നമ്മുടെ ആപ്ലിക്കേഷൻ പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡന്റ് ആയിട്ട് റൺ ചെയ്യാൻ സഹായിക്കുന്ന ഒരു ടൂളാണ്. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്